അത് അനർഹമായ സമ്പാദ്യത്തിൻ്റെ എല്ലാം പിന്നിൽ ഒരുപാട് ശാപങ്ങളും കണ്ണീരും ദുഃഖവും ഒരുപാട് വേവലാതികളും ആവലാതികളുമൊക്കെ ഉണ്ടെന്ന് അറിയണം. പ്രത്യേകിച്ച് ദൈവ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അഹിതമായി പണം സമ്പാദിക്കാൻ നുണ പറഞ്ഞും തട്ടിപ്പ് പറഞ്ഞും ഇല്ലാത്തത് പറഞ്ഞും വ്യാജം പറഞ്ഞും പണം സമ്പാദിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഗഹസിയുടെ അതേ ദുരവസ്ഥയിലാണ് എന്ന് ഓർക്കണം. പ്രത്യേകിച്ച് പണം കൊണ്ട് അല്ലെങ്കിൽ പണസംബന്ധമായ കാര്യങ്ങൾ കൊണ്ട് സുവിശേഷത്തിൻ്റെ നന്മയെയും യേശുക്രിസ്തുവിൻ്റെ വിലയെയും ആരുടെയും ഹൃദയത്തിൽ ഇടിച്ചു കളയരുതേ എന്ന് ഒരു പ്രാർത്ഥന, ഒരപേക്ഷ ദൈവസന്നിധിയിൽ മനുഷ്യരുടെ മുമ്പിലൊക്കെ വെക്കാനുള്ള ഒരു സമയമാണ് ഇത്. ഇന്ന് ദൈവരാജ്യത്തിൻ്റെ പേരിലും സുവിശേഷത്തിൻ്റെ പേരിലും മനുഷ്യരെ വഞ്ചിക്കുന്ന, പറ്റിക്കുന്ന, നുണ പറഞ്ഞ് മനുഷ്യരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്ന ഈ കാലത്ത് ഗഹസി ഒരു പാഠമായിരിക്കട്ടെ, ഒരു നല്ല താക്കീതും മുന്നറിയിപ്പുമായിരിക്കട്ടെ എന്ന്